എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യകുലത്തിനു മുഴുവൻ മേലുള്ള ദൈവത്തിൻ്റെ സ്നേഹപ്രകാശനമാണ് വിശുദ്ധ കുർബാന. എക്കാലത്തെ ജനങ്ങളോടും അവിടുത്തേക്കുണ്ടായിരുന്ന അനന്തമായ സ്നേഹം അവരിലേക്കൊഴുക്കുവാൻ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു. എല്ലാ കാലത്തെയും സകല ദേശങ്ങളിലെയും ആത്മാക്കൾക്കുള്ള സുസ്ഥിരമായ രക്ഷ ദിവ്യകാരുണ്യം നമുക്ക് ഉറപ്പു നൽകുന്നു. അതെ, അളവില്ലാത്ത ദൈവസ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്കും പകരുവാനായി ഈശോ സ്ഥാപിച്ച നിത്യസ്മാരകമാണ് അത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നു, ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഏറ്റവും മഹത്തായ ഫലം പാപങ്ങളിൽ നിന്ന് ആത്മാക്കൾ പരിരക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ബലഹീനതകളിൽ അകപ്പെടുന്നവർക്ക് പിടിച്ചെഴുന്നേൽക്കുവാൻ അതിലൂടെ കഴിയുന്നു. ഭയത്തോടും മനസാക്ഷിക്കുത്തോടും കൂടി എന്നതിനേക്കാൾ ഏറെ സ്നേഹത്തോടും ആദരവോടും ആത്മവിശ്വാസത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുമ്പോൾ അത് ഏറ്റവും ഫലദായകമാണ്. നമ്മെ ആത്മാവിൽ നവീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹാർപ്പണമാണ് വിശുദ്ധ കുർബാന. പാപത്തിൻ്റെയും ദൗർബല്യങ്ങളുടെയും കുറവുകൾ പരിഹരിച്ച് ദിവ്യകാരുണ്യ ഈശോ നമ്മെ നവീകരിക്കുവാൻ മനസ്സാകുന്നു. വേണ്ട യോഗ്യതയോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കുവാൻ മനസ്സായാൽ അവിടുന്ന് നമുക്കായി കാത്തുവച്ചിരിക്കുന്ന അനന്തമായ നന്മകൾക്ക് നാം യോഗ്യരായിത്തീരുന്നു. നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 4:7 വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഇത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ ഒരു വൈദികൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയൊരു സ്നേഹമായിട്ട് അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും എഴുന്നള്ളി വരുന്ന ആ ഒരു ബോധ്യം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ചെയ്യുക വിശുദ്ധ ബലിയിൽ എനിക്ക് ഓരോ ദിവസമുള്ള എൻ്റെ ആകുലതകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ ക്ഷമിക്കാനുള്ളവർ, മറ്റ് വേദനിപ്പിച്ചവരെല്ലാം ഞാൻ ആ വിശുദ്ധ ബലിയിൽ സമർപ്പിക്കുമ്പോൾ അതൊരു വലിയൊരു അനുഭവമായിട്ട് അതെല്ലാം അത് കഴിയുമ്പോൾ വൈദികൻ അത് കൈകളിൽ ഉയർത്തി പറയുകയാണ്, ഇതിൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത വലിയൊരു അനുഭവം. അതുപോലെ കർത്താവ് തിരുശരീര തിരുരക്തങ്ങളായി എൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ആ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രതിസന്ധികളിലെല്ലാം, എനിക്ക് നിരാശ വരുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പോലും അറിയാതെ വലിയ പ്രത്യാശ എന്നിലേക്ക് നിറഞ്ഞു വരുന്ന അനുഭവങ്ങൾ പലപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് 4 ആൺകുട്ടികളാണുള്ളത്. മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത് സിസേറിയൻ ചെയ്യണം, ഇനി ഒരു ഡെലിവറി സാധ്യമല്ല എന്നും പറഞ്ഞ് വൈഫിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നടക്കുകയില്ല, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും കൂടെ നടക്കുകയില്ല, അതുകൊണ്ട് ഡോക്ടർ വേറെ സ്ഥലം കലിയേക്കോളം പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ പിന്നീട് കണ്ടപ്പോൾ ഇനി പറ്റിയില്ല, സിസ്റ്റോസിയിലുണ്ട്, ഇനി ഒരു കാരണവശാലും ഒരു ഡെലിവറി ബുദ്ധിമുട്ടാണ്, ഇത് തന്നെ വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങുകയും 4ാമത്തെ ഒരു കുഞ്ഞിനെ കൂടി ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 4ാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ വീണ്ടും ഒരു നോർമൽ ഡെലിവറിക്ക് സാധ്യമല്ല എന്ന് അടുത്ത ഡോക്ടറും പറഞ്ഞു, സിസ്റ്റേഴ്സിലാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ഒരു നോർമൽ ഡെലിവറി ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുകയും ഞങ്ങൾ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഞാനത് മുടങ്ങാതെ വിശുദ്ധ ബലിയിലെ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 4ാമത്തെ കുട്ടി ഒരു അസാധ്യമായിരുന്നിട്ട് കൂടി, ഒരു സിസേറിയനിലൂടെ അല്ലാതെ ഒരിക്കലും കുഞ്ഞിനെ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കൂടി അത്ഭുതകരമായി അവിടെ നിന്ന് ഡോക്ടർ പോലും പറഞ്ഞു, ഒരു മുസ്ലിം ആയിരുന്നു ഡോക്ടർ പോലും പറഞ്ഞു, ഇവർ വളരെ വിശ്വാസികളാണെന്ന് തോന്നുന്നു. വളരെ കോംപ്ലിക്കേഷനായിട്ട് അതുവരെ 3,200 3,300 ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു 3 പേരും ഉണ്ടായിരുന്നത്.
നാലാമത്തെ കുട്ടി 3900 ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഒരു നോർമൽ ഡെലിവറിയിലൂടെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് വിശുദ്ധ ബലിയിലൂടെ പങ്കെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ നാലാമത്തെ ഡെലിവറിയും ഒരു നോർമലായിട്ട് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോളിനോയിലെ വിശുദ്ധ ആഞ്ചല പറയുന്നു, ദിവ്യകാരുണ്യത്തിൽ സംഭവിക്കുന്നതെന്താണെന്ന് ഒരു നിമിഷം നിശബ്ദമായി ചിന്തിച്ചാൽ എനിക്കുറപ്പുണ്ട്, ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തെക്കുറിച്ചുള്ള സ്മരണ നമ്മെ ആകെ മാറ്റിമറിക്കും. തണുത്തുറഞ്ഞ ഹൃദയങ്ങൾ സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും അഗ്നിയാൽ ജ്വലിക്കും. നമുക്ക് ജീവൻ നൽകുന്ന സ്നേഹഭോജ്യമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ജീവൻ പകരുന്ന ദൈവീക ഭോജ്യമാണ് ദിവ്യകാരുണ്യം. ഒരു ആത്മാവിന് ഈ ലോക ജീവിതത്തിൽ വേണ്ടതെന്തോ അത് ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. വിസ്മയകരമായ ഒരു ദൈവീക രഹസ്യമാണ് ഇത്. ഹൃദയനൈർമല്യത്തിൻ്റെ കൈത്തിരിയുമായി ഇരുണ്ട ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയുന്ന രഹസ്യം. എൻ്റെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നീണ്ട കാലങ്ങളോളം തന്നെ എന്ന് പറയാം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ആ കാര്യം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി തന്നെ എനിക്ക് അതിനു മുമ്പ് 2 യുവതികൾ ഒത്തു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അത് എനിക്കും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മുടങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഏറ്റവും യോജിച്ച ജീവിത പങ്കാളി ഇത് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തപ്പോൾ അതെല്ലാം മാറിപ്പോയതും എനിക്ക് ഏറ്റവും ചേർന്നത് കടന്നു വരുവാനായിട്ട് ഇടയായത്. അതുപോലെ തന്നെ ഞാനൊരു വാഹനം വാങ്ങുവാനായിട്ട് കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു. വാഹനം വാങ്ങി, അത് ട്രിപ്പ് പോകാറുള്ള വാഹനമാണ്. അങ്ങനെ പോകുമ്പോൾ ഈ വാഹനം വാങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ ആ വാഹനം 2-3 തലകീഴായി 2-3 പ്രാവശ്യം മറിഞ്ഞ് അങ്ങനെ കിടക്കുമ്പോൾ അതിന് ഒരു മാസം 21,000 രൂപ അടവുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ വാഹനം ഇങ്ങനെ മറിയുന്നത്. അപ്പോൾ ഞാൻ 21,000 രൂപ എങ്ങനെ ഞാൻ അടയ്ക്കും, അതായിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നൊരു ചിന്ത. പക്ഷേ പിറ്റേന്ന് മുതൽ തന്നെ ഞാൻ സാധാരണ പോലെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 8 മാസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വീണ്ടും എൻ്റെ കൈകളിലെത്തുന്നത്. അപ്പോൾ ഈ 8 മാസത്തോളമുള്ള 21,000 രൂപ അടവ് കർത്താവിന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എന്ന് ഞാൻ പറയും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ 21,000 രൂപ അടന്നുപോയി, അതിൻ്റെ അടവ് തീർന്നു. അതിനുശേഷം വീണ്ടും ഒരു ടിപ്പർ വാങ്ങിയപ്പോൾ ആ ടിപ്പറിന് ഞാൻ ശാലോം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ടിപ്പർ മാറി ഇതുപോലെ തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതും ഇതുപോലെ തലകീഴായി മറിഞ്ഞു. 2 ആഴ്ച മാത്രമാണ് അത് ഷെഡിൽ കിടന്നത് വർക്ക് ഫിനിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ആ 2 ആഴ്ച എനിക്ക് വന്ന ആ ഓടാതിരുന്ന നഷ്ടവും അതോടൊപ്പം തന്നെ എനിക്ക് വന്ന അത് കയറ്റാൻ വേണ്ടി മാത്രം 35,000 രൂപ ചിലവായി. അതുപോലെയുള്ള വന്നിരുന്ന ആ നഷ്ടങ്ങളെല്ലാം പിന്നീടുള്ള ഒരു മാസം കൊണ്ട്, ആ ഒരു മഴക്കാലമാണ്, ഓട്ടം തീരെ ഇല്ലാത്ത സമയമാണ്, പക്ഷേ ആ പിന്നീടുള്ള ഒരു മാസം കൊണ്ട് ആ മുഴുവൻ പൈസ പോയതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് മുഴുവൻ തിരികെ ലഭിച്ച അനുഭവം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. അതുപോലെ വാഹനത്തിന് ടിപ്പറിനൊക്കെ ഓട്ടം ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെ അപ്പം ഡ്രൈവർ പറയും വരുന്ന ദിവസം ഓട്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നമുക്കുള്ളത് കർത്താവ് തരുമെന്നാണ് എൻ്റെ ഡ്രൈവർമാരോട് ഞാൻ പറയാറ്. അപ്പോൾ തന്നെ എൻ്റെ ഡ്രൈവർ പലപ്പോഴും ഈ കുരിശുപള്ളിയുടെ മുമ്പിൽ വന്ന് ഓട്ടമില്ലെങ്കിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് കുരിശുപള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പം ഒരിക്കൽ പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ച് അന്നേരം ഓട്ടം വിളിച്ച് പോകുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. വിശുദ്ധ മാക്സ്മില്യൻ കോൾബെ പറയുന്നു, ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ ദൈവം നമുക്ക് മധ്യത്തിലായിരിക്കുന്നു. ലോകാവസാനം വരെയും അവിടുന്ന് നമ്മോടൊപ്പമുണ്ടായിരിക്കും. അനവധി അൾത്താരകളിൽ അവിടുന്ന് വസിക്കുന്നു. അവഹേളിക്കപ്പെട്ടാലും ദ്രോഹിക്കപ്പെട്ടാലും ആ സാന്നിധ്യം അവിടുന്ന് നമുക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കാം. അനന്ത നന്മകളാൽ പൂരിതമായ സ്വർഗീയ ഭോജ്യം നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന
നല്ല ദൈവത്തോട് ഈ ജീവിതത്തിൽ ഇന്നോളം വിശ്വസ്തത പുലർത്തുവാൻ നമുക്കായിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താനാവാത്ത വലിയ കൃപാസമുദ്രത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് വിജയകരവും ദൈവത്തിന് പ്രീതികരവുമായ ജീവിതത്തിലൂടെ അവിടുത്തോട് ചേർന്നു നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാ എന്നേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വാ എന്നേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും, അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും, അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും, അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. വാ എന്നേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വാ എന്നേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ,
അറിവോടെ എത്രയോ നിമിഷം അകന്നുപോയി നിൻ മുൻപിൽ നിന്നും, അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ, അലിവോടെ നിൻ കൈകളാലേ അടിയനെ ചേർത്തണച്ചിടൂ. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. പതിമൂന്നും 14, 15 നൂറ്റാണ്ടുകൾ സഭ യൂറോപ്പിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന സമയങ്ങളാണ്. ജർമ്മൻ സഭയ്ക്ക് ചെറിയ വിപ്ലവങ്ങളെപ്പോലും നേരിടേണ്ടതായി വന്നു. ഇതിൻ്റെ ചലനങ്ങളും പ്രതിഫലനങ്ങളും വഹിച്ചുകൊണ്ടാണ് ജർമ്മനി 14-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ യൂറോപ്പ് ഒന്നാകെ പ്രോട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ അലയടികൾ ഉയരുകയും പെട്ടെന്നു തന്നെ അതിനെ മറ്റു പല വ്യക്തികളും പിന്തുടരുകയും ചെയ്തു. ഇന്ന് ഏകദേശം 3000-ഓളം സത്യസഭയിൽ നിന്ന് വേർപെട്ട സമൂഹങ്ങൾ ജർമ്മനിയിലുണ്ട്. മറ്റു ചില പഠനങ്ങൾ പ്രകാരം ഇങ്ങനെയുള്ള സഭകളുടെ എണ്ണം 14,000-ത്തിലധികമാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന പാഷണ്ഡതകളെ അതിജീവിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാഥൻ യൂറോപ്പിലുടനീളം ധാരാളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈശോ തൻ്റെ സജീവ സാന്നിധ്യം വെളിപ്പെടുത്തിയ അവസരങ്ങളിലെല്ലാം സഭയിലാകമാനം ദിവ്യകാരുണ്യനാഥനോട് ഭക്തി വർദ്ധിക്കുകയും സഭയെയും കൂദാശകളെയും കൂടുതൽ ആഴമായി പഠിക്കുന്നതിന് അവ ഇടയാക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു മഹനീയ ദാനം 1330-ൽ ഫ്രാങ്ക്ഫർട്ടിനും വേഴ്സ്ബർഗിനും മധ്യേയുള്ള വാൾഡൻ എന്ന കൊച്ചു ഗ്രാമത്തിന് അവിടുന്ന് നൽകുകയുണ്ടായി. വാൾഡനിലെ സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് എൻവിക് ആർഹോ എന്ന വൃദ്ധനായ ഒരു വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പവും വീഞ്ഞുമുയർത്തി കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം തിരികെ അൾത്താരയിൽ വെക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാസ അബദ്ധത്തിൽ മറിഞ്ഞ് തിരുരക്തം ബലിപീഠത്തിലെ തിരുവസ്ത്രത്തിൽ വീണു. ഭയത്തോടെ അത് നോക്കി നിന്ന അദ്ദേഹം വലിയൊരു അത്ഭുതം കണ്ടു. ബലിപീഠത്തിൽ വച്ചിരുന്ന തിരുവസ്ത്രത്തിൽ യേശുവിന്റെ ക്രൂശിത രൂപത്തിന്റെയും മുൾമുടി ധരിച്ച അവിടുത്തെ തിരുശിരസിന്റെ 11 രൂപങ്ങളുടെയും ചിത്രം പതിപ്പിച്ചുകൊണ്ട് വീഞ്ഞ് യഥാർത്ഥത്തിൽ രക്തമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം വിറച്ചു. സ്വാഭാവികമായും തനിക്ക് സംഭവിച്ച അബദ്ധം മറച്ചുവയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കൂദാശ ചെയ്ത തിരുരക്തം ബലിപീഠത്തിൽ മറിഞ്ഞു വീണതിൽ ഖേദിച്ചു നിന്ന അദ്ദേഹത്തിന് തനിക്കു സംഭവിച്ച ഒരു വീഴ്ചയിലൂടെയാണെങ്കിലും ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട വലിയൊരു അത്ഭുതമാണിതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. സെന്റ് ജോർജ് ദേവാലയത്തിൽ ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നവർക്കു വേണ്ടി തൻ്റെ ബലഹീനമായ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച ഈ അത്ഭുതത്തെ പ്രഘോഷിക്കുന്നതിനും അവിടുത്തെ സ്തുതിക്കുന്നതിനും പകരം
തിരുവസ്ത്രം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അദ്ദേഹം ദിവ്യബലി തുടർന്നു. നമുക്ക് ഊഹിക്കുവാൻ കഴിയാത്തത്ര അതികഠിനമായ മാനസിക വ്യഥയിലൂടെയാവണം ആ വന്യവൈദികൻ പ്രസ്തുത നിമിഷങ്ങളിൽ കടന്നുപോയത്. ദിവ്യബലി കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം ബലിയുടെ സമയത്ത് തൻ്റെ കണ്ണുകൾ തന്നെ കബളിപ്പിച്ചതാണോ എന്നറിയുവാനായി ഫാദർ ആർഹോ ഒരിക്കൽ കൂടി തിരുവസ്ത്രം തുറന്നു നോക്കി. ചിത്രം ആദ്യത്തേതിനേക്കാൾ വ്യക്തമായിരുന്നു. യേശു ക്രൂശിതനായി കിടക്കുന്ന ഒരു രൂപവും ആ രൂപത്തിന് ചുറ്റും മുൾമുടി ധരിപ്പിക്കപ്പെട്ട അവിടുത്തെ തിരുശിരസിൻ്റെ മറ്റു 11 രൂപങ്ങളും. നിത്യതയിലേക്ക് തൻ്റെ നയനങ്ങൾ തുറന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ചുറ്റും നോക്കിയതിനു ശേഷം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ തെറ്റിന് ശിക്ഷ നൽകി വിശ്വാസത്തിലേക്ക് തന്നെ നയിക്കുവാനായി ദൈവം പ്രവർത്തിച്ച അത്ഭുതമാകാം അതെന്ന് കരുതി അത്ഭുത രൂപം തെളിഞ്ഞ തിരുവസ്ത്രം അദ്ദേഹം ബലിപീഠത്തിനടിയിൽ മറച്ചുവെച്ചു. ഈ അത്ഭുതത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതുവരെ അസഹ്യമായ മാനസിക ശാരീരിക വ്യഥ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതിനടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം രോഗം ബാധിച്ച് കിടപ്പിലായി. തിരുവസ്ത്രത്തിൽ പതിഞ്ഞിരുന്ന രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. രാവും പകലും അതിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടി. ഈ അത്ഭുതം മറച്ചു വയ്ക്കേണ്ടതായിരുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തെ നിരന്തരം പിടിച്ചുകുലുക്കി. എത്രമാത്രം ഈ അത്ഭുതം മറച്ചുവയ്ക്കാനായി ശ്രമിക്കുന്നുവോ അത്രമാത്രം മാനസികവും ശാരീരികവുമായ വേദനയിലൂടെയാണ് താൻ കടന്നുപോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിൽ നിന്നും സഭ മുഴുവൻ അറിയേണ്ട ഒരു രഹസ്യമാണിതെന്ന് അറിഞ്ഞെങ്കിലും അത് വെളിപ്പെടുത്തുന്നതിന് അദ്ദേഹം വിമുഖത കാണിച്ചു. അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തു. ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തപ്പെടേണ്ട വലിയൊരു രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് മരിക്കുന്നത് തികച്ചും പാപമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു സഹോദര വൈദികനെ തൻ്റെ രോഗശയ്യയുടെ അരികിൽ വിളിച്ച് നടന്ന സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. താൻ മരിക്കുന്നതുവരെ അത്ഭുത രൂപം പതിഞ്ഞ തിരുവസ്ത്രം മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുക്കരുതെന്ന് അദ്ദേഹത്തോട് യാചിച്ചു. ദിവ്യകാരുണ്യനാഥന്റെ സജീവ സാന്നിധ്യത്തെ വെളിവാക്കുന്ന ഈ അത്ഭുതം വിശ്വാസികൾക്കൊരടയാളമാകുമെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ ചെയ്യുന്നതുവഴി തൻ്റെ പാപത്തിൽ നിന്ന് താൻ മോചിപ്പിക്കപ്പെടുമെന്ന് ഫാദർ ആർഹോ വിശ്വസിച്ചു. സഹോദര വൈദികനിൽ നിന്ന് പാപമോചനവും സ്വീകരിച്ച് പ്രായശ്ചിത്തവും നിറവേറ്റി ഫാദർ ആർഹോ തൻ്റെ നിത്യസമ്മാനം വാങ്ങുവാനായി ആ നിമിഷങ്ങളിൽ തന്നെ യാത്രയായി. ആ വൈദികൻ സഹവൈദികരോടൊപ്പം ഫാദർ ആർഹോ വെളിപ്പെടുത്തിയ അത്ഭുതം കാണുന്നതിനായി ദേവാലയത്തിലേക്കോടി. ബലിപീഠത്തിനടിയിലെ മേശയ്ക്കുള്ളിൽ ഒളിച്ചു വച്ചിരുന്ന തിരുവസ്ത്രം ഫാദർ ആർഹോ പറഞ്ഞതുപോലെ അവർ കണ്ടെത്തി. തിരുരക്തവും ക്രൂശിത രൂപവും മുൾമുടി ധരിച്ച അവിടുത്തെ ശിരസിൻ്റെ 11 രൂപങ്ങളും അതിൽ വ്യക്തമായി കാണാമായിരുന്നു. നമ്മുടെ നാഥൻ പ്രവർത്തിച്ച ഈ മഹാത്ഭുതത്തിനു മുൻപിൽ അവർ ശിരസു നമിച്ചു. ആഘോഷപൂർവമായ തിരുക്കർമ്മങ്ങളോടുകൂടി തിരുവസ്ത്രം വിശ്വാസികൾക്ക് പരസ്യ വണക്കത്തിനായി ഇപ്രകാരം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കപ്പെട്ടു. അധികം താമസിയാതെ ജർമ്മനിയിലുള്ളവർക്കും യൂറോപ്പ് മുഴുവനുമുള്ള വിശ്വാസികൾക്കും ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ തിരുവസ്ത്രത്തെ വണങ്ങുന്നതിനായി വാൾഡനിലേക്കൊഴുകി. അവിടെ എത്തിയ തീർത്ഥാടകരെ യേശുനാഥൻ ധാരാളം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും പ്രവർത്തിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസികളുടെ കൂദാശകളിലേക്കുള്ള, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് ഇത് വഴിയൊരുക്കി. ഇവിടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ഒന്നാകലിൻ്റെ അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത്. ആയിരക്കണക്കിന് തീർത്ഥാടകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യേശു അത്ഭുതം പ്രവർത്തിച്ച ഈ തിരുവസ്ത്രത്തെ വണങ്ങുന്നതിനായി ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലും അതിനടുത്ത ദിവസങ്ങളിലും. 1962 പരിശുദ്ധ പിതാവ് ജോൺ 23 മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തി. ഇതാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ബലിപീഠം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. 1445
ഈ തിരുവസ്ത്രം റോമിലേക്ക് പഠനത്തിനു വേണ്ടി അയക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് യൂജിൻ നാലാമൻ ഇത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും നന്മ നിറഞ്ഞ മറിയവും തൃത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകർക്ക് ഈ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് പൂർണ്ണ ദണ്ഡവിമോചനം അന്നു മുതൽ ഇന്നുവരെ ലഭ്യമാണ്. ഇത് ആദ്യമായി അനുവദിച്ചത് പരിശുദ്ധ പിതാവ് യൂജിൻ നാലാമനാണ്. തിരുവസ്ത്രം റോമിൽ നിന്ന് തിരികെ വന്നപ്പോൾ ചെറിയ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വലിയൊരു ദേവാലയം പണിയുകയും 1962 അത് ഒരു ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു. ഏതെങ്കിലും പാഷണ്ഡതകൾ സഭയെ പിടിച്ചു കുലുക്കുമ്പോൾ നമ്മുടെ നാഥൻ എന്താണ് ചെയ്യുക? അവിടുന്ന് വലിയൊരു അത്ഭുതത്തിലൂടെ പരിശുദ്ധ കുർബാനയിലുള്ള തൻ്റെ സജീവ സാന്നിധ്യം വ്യക്തമാക്കുന്നു. നാം തനിച്ചല്ല, അവിടുന്ന് നമ്മോടൊപ്പമുണ്ടെന്നും നൂറ്റാണ്ടുകളായി സഭാപിതാക്കന്മാർ തൻ്റെ ശരീരത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും പഠിപ്പിച്ചിരുന്നതൊക്കെ സത്യമാണെന്നും അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നു. ഇനിയും ചിലപ്പോൾ വലിയ വിശുദ്ധരെ അവിടുന്ന് സഭാമക്കളിൽ നിന്ന് മാതൃകയായി ഉയർത്തുകയും അവർ സഭയ്ക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസികൾ ശക്തിയോടെ ഉദ്ഘോഷിക്കും, ഒരിക്കലും സഭയ്ക്കെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല. കാലാകാലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും പരിശുദ്ധ അമ്മയും വിശുദ്ധരും സഭയെ പടുത്തുയർത്തുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദുർബലരായ ഞങ്ങൾക്ക് മുന്നിൽ അടയാളങ്ങളിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം തിരിച്ചറിയുവാനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും അതുവഴി ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥ, വാവായൻ യേശുനാഥ, വാവായൻ സ്നേഹനാഥ.